നമ്മളോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസ് ക്ലാരൻസ് അച്ഛനാണ്. ഒത്തിരി പ്രാവശ്യം നമ്മുടെ ന്യൂ ജെറുസലേം കൂട്ടായ്മയിൽ വന്ന സ്നേഹത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനം പങ്കുവെച്ച് നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനാണ്. പല പ്രാവശ്യം നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സാധിക്കുന്ന എല്ലാവരും മൈക്കുകൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. അച്ഛൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം മൈക്കുകൾ ഓണാക്കുക. ആരും തന്നെ വീഡിയോ ഓണാക്കരുത്. നമുക്ക് ഒരിക്കൽ കൂടി അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. അച്ഛൻ വചനം പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, ന്യൂ ജെറുസലേം കൂട്ടായ്മയിലെ അംഗങ്ങളെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുക. നമ്മളെല്ലാവരും ആഗമന കാലത്ത് അല്ലെങ്കിൽ മംഗളവാർത്ത കാലത്താണ് ആയിരിക്കുക. ഈ ആഗമന കാലം, മംഗളവാർത്ത കാലം ഒരു സ്വപ്നത്തിന്റെ കാലമാണ്. രക്ഷകന്റെ വരവ് പ്രതീക്ഷിക്കുന്ന കാലമാണ്. നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ, പലതരത്തിലുള്ള സ്വപ്നങ്ങൾ, പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ക്രിസ്മസിനെ പറ്റിയുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാഴ്ചപ്പാടുകൾ, ചില ജീവിത അനുഭവങ്ങൾ ഇന്നത്തെ കാലവുമായി ബന്ധിപ്പിക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇതാണ്. മനുഷ്യാവതാരത്തിലൂടെ അനാവൃതമാകുന്ന ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരു കൊച്ചു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. സൃഷ്ടികർമ്മത്തിന് മുൻപ് ദൈവം എന്തെടുക്കുകയായി? സൃഷ്ടികർമ്മത്തിന് മുൻപ് ദൈവം എന്തെടുക്കുകയായി? ഫ്രാൻസിസ് മാർപ്പാപ്പ പെട്ടെന്ന് ഉത്തരം അങ്ങോട്ട് പറയാനായിട്ട് സാധിച്ചില്ല. കാരണം അത്ര എളുപ്പം ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല ഈ കൊച്ചുമിടുക്കൻ ചോദിച്ചത്. അല്പനേരം നിശബ്ദനായി നിന്ന ശേഷം മാർപ്പാപ്പ ഉത്തരം പറഞ്ഞു. ദൈവം സ്നേഹിക്കുകയായിരുന്നു. ദൈവം സ്നേഹിക്കുകയായിരുന്നു. ആ ഒരു ഉത്തരത്തിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഉണ്ട്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹിക്കണമെങ്കിൽ മറ്റെന്തോ ഒന്ന് ഉണ്ടാവണം. ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം, ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടാം, ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കും. വസ്തുവിനെ നമുക്ക് സാധാരണഗതി സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടാവണം. കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം പരിശുദ്ധ ത്രിത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്നതാണ്. അപ്പൊ സൃഷ്ടികർമ്മത്തിന് മുൻപ്, ഒരുപക്ഷെ മാലാഖമാരെയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മറ്റൊന്നുമില്ല, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹിക്കുകയായിരുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് ക്രിസ്മസിനെ പറ്റി പറയുന്ന ചില ചിന്തകൾ ഒരുപക്ഷെ മാനുഷികമായി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാവത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചാൽ, വെളിച്ചം കാണിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും പൂർണ്ണമായും 100% എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല, എന്നാൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല, എന്നാൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മിസ്റ്ററി അഥവാ രഹസ്യം എന്നുള്ളതാണ്. ദിവ്യ രഹസ്യം.
ദിവ്യ രഹസ്യം എന്നത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ രഹസ്യത്തിന്റെ കെട്ട് അല്ലെങ്കിൽ ഈ രഹസ്യത്തിന്റെ ചുരുൾ അഴിക്കും തോറും ഈ രഹസ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. As we unravel, we just get into the mystery in depth. ആഴത്തിൽ നമ്മൾ ആ രഹസ്യത്തിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രഹസ്യം മനസ്സിലാക്കാനുള്ള എളിയ പരിശ്രമമാണ് നാം ഇന്ന് നടത്തുക. വലിയ ഒരു രഹസ്യത്തിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം ഈ മണിക്കൂറിൽ നമ്മെ തന്നെ മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്മസിന്റെ അർത്ഥം ഒരല്പമെങ്കിലും, വചനം മാംസമാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരല്പമെങ്കിലും വരും. നമുക്കറിയാം, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പുൽക്കൂടും നക്ഷത്രങ്ങളും മാലാഖമാരും ആട്ടിടയനും കാലിത്തൊഴുത്തും ഒക്കെ ആയിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ചില കാഴ്ചകളാണ്. അതിനും അപ്പുറത്തേക്ക് മനുഷ്യാവതാരത്തിന്റെ രഹസ്യം എന്താണ്, മനുഷ്യാവതാരത്തിലൂടെ ദൈവം ആഗ്രഹിച്ചത് എന്താണ്, ദൈവത്തിന്റെ സ്വപ്നം എന്താണ്, പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചാണ് അല്പനേരം നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: സൃഷ്ടികർമ്മത്തിന് മുൻപ് യേശു ആര്? അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയും: ബിഫോർ ക്രിയേഷൻ ഹൂ ഈസ് ജീസസ്. ബിഫോർ ക്രിയേഷൻ ഹൂ ഈസ് ജീസസ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി അത് തെറ്റാണ്, വ്യാകരണ പ്രകാരം അത് തെറ്റാണ്. ഹൂ വാസ് ജീസസ് എന്ന് വേണം ചോദിക്കാൻ. എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഹൂ ഈസ് ജീസസ്. കാരണം യേശുവിന് കാലങ്ങളില്ല, കാലത്തിനും അപ്പുറത്തേക്കാണ് യേശു. കാരണം യേശുവിന് ഇന്നലകളുമില്ല, നാളെയുമില്ല, ആദിയുമില്ല, അന്തവുമില്ല. സമയമെല്ലാം അവന് കീഴിലാണ്. അവന് ഇന്ന് മാത്രമേ ഉള്ളൂ. ഹി ഈസ് ദ പ്രസന്റ്. ഇന്നലകളും നാളുകളും എല്ലാം ഇന്നിൽ ചുരുക്കാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ചോദ്യം ഇങ്ങനെ: ബിഫോർ ക്രിയേഷൻ ഹൂ ഈസ് ജീസസ്. സൃഷ്ടിക്ക് മുൻപ് ആരാണ് യേശു? ആരായിരുന്നു എന്നുള്ളതല്ല, അന്നും ഇന്നും എന്നും യേശു ക്രിസ്തു ഒരാൾ തന്നെ. ആരായിരുന്നു യേശു? എന്തായിരുന്നു യേശു? എങ്ങനെയായിരുന്നു യേശു? ഇത് നമ്മൾ അറിയാൻ ശ്രമിക്കണം. എളിയരായ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക് ചുരുങ്ങിക്കൂടാൻ മാത്രമുള്ളവരല്ല നമ്മൾ. യേശു ക്രിസ്തു എന്ന ആ വലിയ മഹാരഹസ്യത്തെ ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുവാനായിട്ടുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാകും. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ് യേശു ക്രിസ്തു എന്ന് നമുക്കറിയാം. പുത്രനായ ക്രിസ്തുവിനെ ബൈബിൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് പുതിയ നിയമത്തിൽ വചനമായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനമാണ് മാംസമാകുന്നത്, ലോഗോസ്. പുത്രൻ പിതാവുമായി നിത്യതയിൽ ഒന്നായവർ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധാത്മാവിനോട് ഉള്ളിൽ ഒരുപക്ഷെ ഭാഷാവരത്തിലായിരുന്നു കൊണ്ട് കേൾക്കാനായിട്ട് പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ പോലും അതിന്റെ അർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഗ്രഹിച്ചിട്ടില്ല. പിതാവിന്റെ നിത്യതയിലുള്ള ഛായയാണ് പുത്രൻ. പിതാവായ ദൈവത്തിന്റെ അനന്തതയിൽ, നിത്യതയിലുള്ള ഛായ. പിതാവിന് രൂപമോ ഭാവമോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വെളിപ്പെടുത്തപ്പെട്ട ഛായയാണ് പുത്രൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന്റെ വാക്കാണ് പുത്രൻ. ഈ പുത്രനിലൂടെയാണ് സർവപ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക്, ആ വചനമാണ് പുത്രനായ യേശുക്രിസ്തു. വാക്ക് പിതാവിൽ നിന്ന് വ്യത്യസ്തനാണ്. നമുക്കറിയാം, ഡാൻസർ, നൃത്തം നർത്തകൻ
അല്ലെങ്കിൽ നർത്തകി. പക്ഷേ നൃത്തത്തെ നർത്തകിയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും രണ്ടാണ്. എന്നാൽ രണ്ടിനെയും വേർതിരിക്കാൻ പറ്റത്തില്ല. നൃത്തം അവിടെ നിൽക്കട്ടെ, നർത്തകൻ ഇങ്ങ് മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും ഒന്നാണ് ഒരു തരത്തിൽ. ഇൻ എസെൻസ് ദേ ആർ വൺ. They cannot be separated. അവരെ വേർതിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് പിതാവും പുത്രനുമായുള്ള ബന്ധം. പിതാവിന്റെ വാക്കാണ് പുത്രനെങ്കിൽ ഈ വാക്ക് പിതാവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ രണ്ടിൻ്റെതായ ഐഡന്റിറ്റി, അനന്യത, യുണീക്നെസ് ഉണ്ട്. നമുക്ക് നമ്മുടെ തന്നെ ഉദാഹരണം എടുക്കാം. നാം പറയുന്ന വാക്കും നാമും തമ്മിൽ വേർതിരിക്കാൻ പറ്റത്തില്ല. രണ്ടും ഒന്നാണ്. എന്നാൽ രണ്ടും രണ്ട് രീതിയിൽ അതിൻ്റെതായ അനന്യതയുണ്ട്. പുത്രൻ അഥവാ വാക്ക് പിതാവിൽ നിന്നും പിതാവിനുമായി പരിശുദ്ധാത്മാവിലൂടെയാണ് നിവർത്തിക്കപ്പെടുക. പുത്രൻ അഥവാ വാക്ക് പിതാവിൽ നിന്നും പിതാവിലൂടെ പരിശുദ്ധാത്മാവിൽ നിവർത്തിക്കപ്പെടും. പിതാവ് വചനമായ പുത്രനിലൂടെ ഈ ഭൂമി എല്ലാം സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു. ഇതിന് മനോഹരമായ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയും. നിങ്ങൾ ഒരു കാസ മനസ്സിൽ കാണുക. വെറുതെ ഒരു കാസ, കുർബാനയ്ക്ക് നമ്മൾ ഈശോയുടെ തിരുരക്തം അർപ്പിക്കുന്ന, ആഘോഷിക്കുന്ന, അനുഭവിക്കുന്ന തിരുകാസ. ഈ കാസയിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കുക എന്ന് വിചാരിക്കുക. എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന ഒരു ഉദാഹരണമാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു യൂണിറ്റ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന അവസ്ഥ. എന്നാൽ അവർക്ക് അവരുടേതായ യുണീക്നെസ് ഉണ്ട്. അവരുടേതായ യുണീക്നെസ് അല്ലെങ്കിൽ അനന്യത ഉള്ളപ്പോൾ തന്നെ എസെൻസിൽ അവർ ഒന്നാണ്. അവരങ്ങോട്ടും സ്നേഹിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, സ്നേഹം സ്വീകരിക്കുന്നു. ഈ സ്നേഹത്തിന്റെ തികവിൽ, ഈ സ്നേഹത്തിന്റെ നിറവിൽ അവർക്കുണ്ടാകുന്ന ഒരു ചിന്തയാണ്, ഈ സ്നേഹം നമുക്ക് കൊടുക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ സ്നേഹം ഈ കാസയിൽ നിന്ന് നിറഞ്ഞൊഴുകുകയാണ്. ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ കാസ നിറഞ്ഞു, ഈ സ്നേഹം തേൻ പോലെ നിറഞ്ഞൊഴുകുകയാണ്. ഈ സ്നേഹം ആർക്കെങ്കിലും കൊടുക്കും. എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ, എന്നെക്കാൾ കൂടുതൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ മറ്റൊരു ഉദാഹരണം ഈ ഉദാഹരണത്തോട് ചേർത്ത് വെച്ചാൽ, ഞങ്ങൾ അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ അത് അധികം മനസ്സിലാവുകയില്ല. 20 വയസ്സുവരെ തുള്ളിച്ചാടി നടന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് ഉടനെ പെട്ടെന്ന് സാധാരണഗതിയിൽ ആ കുഞ്ഞിന്, അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, ഞങ്ങൾക്ക്, എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടാവണം. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ് ഓർ ഹെർ ഐഡന്റിറ്റി. അത് അവന്റെയോ അവളുടെയോ സ്വത്വത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരനുഭവമാണ്, ഒരാവശ്യമാണ് കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ തികവ്, അതിന്റെ പൂർണ്ണതയിൽ നിന്ന് ഒഴുകുമ്പോൾ അത് നൽകപ്പെടാനായിട്ട് തങ്ങളുടെ തന്നെ മാംസത്തിന്റെ മാംസം അതുണ്ടാവണം. ഇതേ അനുഭവത്തിൽ നിന്നാണ് മനുഷ്യ മക്കള് ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്ര സ്നേഹത്തിൽ, സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതേപോലെ ഉള്ളിൽ ദൈവം ഈ സ്നേഹം കരുതി മനുഷ്യന് വേണ്ടി. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് എത്രത്തോളം സ്നേഹവാനായ ദൈവം കരുതലോടുകൂടിയാണ് കൊണ്ടുപോകുന്നത് എന്ന്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ പദ്ധതി, ദൈവം വിചാരിച്ച പദ്ധതി, അതിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. ദൈവം ആഗ്രഹിച്ച സ്നേഹം ആ മനുഷ്യന് കിട്ടാതെ അവൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ
ദൈവം വീണ്ടും തന്റെ പദ്ധതിയിൽ ഒരു പദ്ധതി കൂടി വരുത്തി വെച്ചു. തന്റെ പുത്രൻ, തന്റെ ഏകജാതൻ, അവനെ കൊണ്ട് തന്നെ ഈ ലോകത്തെ, മനുഷ്യനെ രക്ഷിക്കുക. തന്റെ പുത്രനെ കൊണ്ട് തന്നെ ഈ ഭൂമി മുഴുവൻ, വചനമാകുന്ന ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ഈ ഭൂമി മുഴുവൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സംവിധാനം ചെയ്യപ്പെടുകയും ചെയ്തുവെങ്കിൽ തന്റെ പുത്രനെ കൊണ്ട് തന്നെ രക്ഷിക്കുവാനും അനന്തതയുടെ പദ്ധതിയിൽ, ഇറ്റേണൽ പ്ലാൻ, അനന്തതയുടെ പദ്ധതിയിൽ ദൈവം തിരുവുള്ളമായി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിതാവിന്റെ വാക്കിലൂടെയുള്ള പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയാണ് പുത്രൻ. പിതാവ് ഈ പ്രപഞ്ചം മുഴുവൻ, ഒരു തരത്തിൽ പറഞ്ഞ അണ്ഡകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ചലനാത്മകത, അതിന്റെ ജീവൻ, അതിന്റെ പ്രകടനം, പ്രത്യക്ഷ ഭാവം, അതാണ് പുത്രൻ. പ്രപഞ്ചത്തെ പിതാവിലേക്ക് സമന്വയിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, അതിലൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നതും, ആ ദൈവത്തിൽ നിന്ന് ദൈവികത മുഴുവൻ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും പുത്രൻ തന്നെയാണ്. പുത്രനാണ് മധ്യവർത്തി. അത് വളരെ മനോഹരമായി നമ്മുടെ പള്ളികളിൽ നമ്മൾ ആചരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നിത്യസത്യമായ രഹസ്യമാണത്. ഈ പുത്രന്റെ സ്ഥാനത്താണ് ഓരോ പുരോഹിതനും. ഈ പുരോഹിതൻ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ ചിന്തകൾ, ദൈവിക കൃപാവരങ്ങൾ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറക്കി തന്റെ ജനത്തിന് കൊടുക്കുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ജനത്തിന്റെ പാപങ്ങൾ, ജനത്തിന്റെ കരച്ചിൽ, ജനത്തിന്റെ രോദനം, അതെല്ലാം സ്വീകരിച്ചുകൊണ്ട്, ജനത്തിന്റെ കൃതജ്ഞത, ജനത്തിന്റെ സന്തോഷം എല്ലാം സ്വീകരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തുന്നതും ക്രിസ്തു വഴി, ഉയർത്തുന്നതും ക്രിസ്തു തന്നെ. പ്രിയമുള്ളവരെ, അവനിൽ, ക്രിസ്തുവിൽ ദൈവവും മനുഷ്യനും ഒന്നിക്കുന്നു. അവനിൽ, ക്രിസ്തുവിൽ സർവപ്രപഞ്ചവും ദൈവത്തിൽ ഒന്നിക്കുന്നു. കൊളോസ്സസ് 1:15-16 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനുമാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വാക്കും, എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനുമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണം. കാരണം അവനിൽ സ്വർഗവും ഭൂമിയിലുമുള്ള സദൃശ്യവും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാവട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് മാലാഖമാരുടെ വ്യത്യസ്തങ്ങളായ ഓർഡറുകളെ കുറിച്ചാണ്. പവേഴ്സ്, സുപ്പർണൽസ്, പ്രിൻസിപ്പാലിറ്റീസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാലാഖമാരുണ്ട്. അവരെയാണ് ഇവിടെ പൗലോസ് ശ്ലീഹ ഓർക്കുക. സിംഹാസനങ്ങളോ, ഇവിടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ സിംഹാസനം അല്ല ഉദ്ദേശിച്ചത്. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ, അത് ഉദ്ദേശിക്കുക സ്വർഗീയ വൃന്ദങ്ങളെ, മാലാഖ വൃന്ദങ്ങളെയാണ്. എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെട്ടത് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് ആരാണ് വചനം, ആരാണ് ക്രിസ്തു എന്നുള്ളതാണ്. രണ്ടാമത്, ആരാണ് മനുഷ്യൻ? നമ്മൾ ഓരോരുത്തരും ആരാണ്, എന്താണ് ക്രിസ്തുവുമായുള്ള ബന്ധം, എന്താണ്? യോഹന്നാൻ ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം മറ്റൊന്നുമല്ല, പീലാത്തോസിന് മുൻപിൽ കൈകൾ കെട്ടപ്പെട്ട് നിർനിമേഷനായിട്ട് ചാട്ടവാറടികളെല്ലാം കൊണ്ട് പരിഹാസപൂരിതനായി നിൽക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-5 പറയുന്നുണ്ട്: മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു: ഇതാ
മനുഷ്യൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ക്രിസ്തുവിലാണ്. ഈ നിൽക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് നിൽക്കുന്ന, എല്ലാവരാലും കുറ്റം വിധിക്കപ്പെട്ട, ചാട്ടവാറടിയേറ്റ യേശു ക്രിസ്തുവാണ്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനം, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. അതിന്റെ അർത്ഥം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19:5 കണ്ടു. യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ചെമന്ന മേലങ്കി ധരിച്ച് മുൾക്കിരീടം പേറുന്ന ക്രിസ്തുവാണ് യഥാർത്ഥ മനുഷ്യൻ. വെളിപാട് 19:13 കാണുന്നു, രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന അവന്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവവചനമായ ക്രിസ്തു തന്നെയാണ് എന്ന് വചനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം കൂടി ഇതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. സ്നാപകയോഹന്നാൻ വരാനിരിക്കുന്ന പീഡകളെല്ലാം തന്റെ ആന്തരിക നയനങ്ങൾ കൊണ്ട് കണ്ട് തന്റെ നേർക്ക് വരുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എന്താണ് എന്ന് വെളിവാക്കുന്ന ഒരു വചനം കൂടിയാണത്. യോഹന്നാൻ 1:29. സഹനത്തിന്റെ പൂർണ്ണതയിലേക്ക് നീളുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. സഹനത്തിലൂടെ അല്ലാതെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയില്ല. ലോകത്തിന്റെ പാപം നീക്കിക്കൊണ്ട് സഹിക്കേണ്ടവനായിരുന്നില്ലാതിരുന്നിട്ട് കൂടി സഹിച്ചുകൊണ്ട് മനുഷ്യന് മാതൃകയായ യേശു ക്രിസ്തു, മാതൃകയാകുന്ന യേശു ക്രിസ്തു, അവനാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്ന്. ഇവിടെ നിങ്ങൾ ചിത്രങ്ങൾ കാണുന്നുണ്ട്, പ്രതീകാത്മകമായി ഞാൻ വെച്ചതാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണിയേശു. സ്നാപക യോഹന്നാൻ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും പുറകിലിരിക്കുന്ന കുരിശിലേക്ക്. യേശു ഇവിടെ പിറന്നു വീണത് പാപങ്ങൾ പൊറുക്കാനായിട്ട്, പാപത്തിന്റെ കുഴിയിൽ നിന്ന് മനുഷ്യ മക്കളെ രക്ഷപ്പെടുത്തുവാനായിട്ടാണ്. പിതാവിന്റെ പദ്ധതിയിൽ അതിന് വേറൊരു മാർഗമില്ല, കുരിശല്ലാതെ, സഹനമല്ലാതെ. അതുകൊണ്ടാണ് പിതാവ് വാക്കായിട്ട് തന്നെ സ്നാപക യോഹന്നാനിലൂടെ പറഞ്ഞു വെച്ചത്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ ഓരോ ക്രിസ്മസിലും ഈ വേദന കൂടി കിടക്കും. വേദനയുടെ ലാഞ്ചനയില്ലാത്ത ക്രിസ്മസ് അല്ല. തുടക്കത്തിൽ തന്നെ ഔസേപ്പിനും മേരിക്കും ഉണ്ടായ വേദന നമ്മൾ പിന്നീട് അത് കാണും. അത് പാപം നീക്കുന്നതിന്റെ തുടക്കമായ കൃപയുടെ വേദനയാണ്. തത്വശാസ്ത്രപരമായിട്ട് ആരാണ് മനുഷ്യൻ? ഹ്യൂമൻ ഈസ് ഇൻഡിഫൈനബിൾ ബീയിങ് എന്നാണ് പറയുന്നത്. അവർണ്ണനീയനാണ് മനുഷ്യൻ എന്നാണ്. ചില സമയത്ത് നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇന്ന് വരെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്ര സങ്കീർണതയുള്ള ഒന്നുണ്ടെങ്കിൽ അതാണ് മനുഷ്യൻ. അവർണ്ണനീയതയിലുള്ള ചേതനയുടെ അല്ലെങ്കിൽ മനസ്സിന്റെ നിറവ്, അതാണ് മനുഷ്യൻ. ഓരോ വ്യക്തിയെയും എടുത്ത് നോക്കുകയാണ്, ആഴത്തിലേക്ക്, അവന്റെ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കൺക്ലൂഷൻ, ഒരു ഒടുക്കത്തിലേക്ക്, ഒരു അവസാനത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. മനുഷ്യന് മനസ്സിലാക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള വലിയ സങ്കീർണതയുടെ ഒരു ലോകമാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ടാണ് അവനെ അവർണ്ണനീയത എന്ന് പറയുന്നത്. എപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്, മനുഷ്യന് ജീവിതത്തിൽ അർത്ഥമുണ്ടാവുക? നമ്മുടെ മനസ്സിന്റെ ഉറവിടമായ, ചേതനയുടെ ഉറവിടമായ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും
തിരിച്ച് ദൈവത്തിലേക്കാണ് പോകുന്നതും എന്നുള്ള വലിയ സത്യം തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന് ആഴവും അർത്ഥവും ഉണ്ടാവും. വിശുദ്ധ ഇഗ്നേഷ്യസ് ഒക്കെ തന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽ ആദ്യം ചെയ്യുന്ന പ്രാർത്ഥന അതാണ്. തന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും അത്യുന്നതനായ ദൈവത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനും ആരാധനയ്ക്കും വേണ്ടി മാത്രം എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും നമ്മളൊക്കെ ഓരോന്നിൽ ആയിരിക്കുന്നതും നാമും നമുക്കുള്ളതും എല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവത്തിനും ദൈവരാജ്യത്തിന്റെയും മഹത്വത്തിനു വേണ്ടിയാണ്. ഈ അറിവാണ് നമ്മളെ കൂടുതൽ ആഴമുള്ളവരും അർത്ഥമുള്ളവരും. ഈശോയെ പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടു വചനം ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന് വേണ്ടിയാണ്. അതുപോലെ പ്രകൃത്യ മനുഷ്യൻ ദൈവത്തിൽ നിന്നും ദൈവത്തിനായുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തിയായ ഈശോയോട് നമുക്കൊരു അഫിനിറ്റി ഉണ്ടാവും, നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. കാരണം കാണപ്പെട്ട നമ്മുടെ ദൈവം ക്രിസ്തുവാണ്. ഇമ്മാനുവലായ ദൈവം ക്രിസ്തുവാണ്. ദൈവം നമ്മോട് കൂടെ. സ്വർഗത്തിലിരിക്കുന്ന ആബാ പിതാവിനെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതും നമ്മെ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് കൊണ്ടുപോകുന്നതും യേശു ക്രിസ്തുവാണ്. വചനമാകുന്ന ക്രിസ്തു. ക്രിസ്തുവിൽ മനുഷ്യന് ദൈവത്തോടൊരു തുറവി ഉണ്ടാകും. ഈശോയിലൂടെയാണ് പിതാവായ ദൈവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും തുറവി ഉണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോയിൽ വന്ന് നമ്മൾ നിൽക്കരുത്. ഈശോ നമ്മളെ പിതാവിലേക്ക് കാണിച്ചു തന്നു. ഈശോ വഴിയായിട്ട് പിതാവിലേക്ക് ഒരു തുറവി ഉണ്ടാകണം. കാരണം എന്താണ്? ഈ ഭൂമിയിൽ വന്ന ഈശോ പിതാവിനോട് പൂർണ്ണമായും തുറവിയുള്ളവനായിരുന്നു. ഈശോയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഈശോയിലൂടെ സഞ്ചരിച്ച് പിതാവിലേക്ക് തുറവിയുള്ളവരാകുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ തന്റെ വരവ് നമ്മളെ ഒരുക്കുമ്പോൾ ഈ ഒരു തുറവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈശോയിലാണ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശൂന്യമാക്കൽ പ്രക്രിയ നടക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ സ്വയം ശൂന്യമാകുന്ന ദൈവത്തെ പറ്റി? ഈശോയിലാണ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശൂന്യമാക്കൽ പ്രക്രിയ നടക്കുക. സ്വർഗത്തിൽ നിന്ന് സ്വയം ശൂന്യനാക്കി ദൈവം മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി അവതരിച്ച ദൈവം പോലും മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞപ്പോൾ പോലും ഇതാ മനുഷ്യൻ എന്ന് ആ പീലാത്തോസ് യേശുവിനെ നോക്കി പറഞ്ഞപ്പോൾ സ്വയം ശൂന്യനാക്കി, ഇല്ലാതാക്കി, ഏറ്റവും താഴ്ന്നവനായി നമ്മുടെ മുൻപിൽ കാണപ്പെട്ടു. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കെനോസിസ്, ശൂന്യവൽക്കരണം. സ്വർഗത്തിന്റെ വലിയ സമ്പത്തായിരുന്ന ക്രിസ്തുവിനെ, വചനത്തെ, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയും അത്രമാത്രം ശൂന്യമാക്കുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്ന് ശൂന്യമാക്കി മനുഷ്യൻ, മാലാഖ പോലുമല്ല, മനുഷ്യനാക്കി തരം താഴ്ത്തി എന്ന് വേണം പറയാൻ. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ എങ്കിൽ പോലും അത് പ്രപഞ്ചത്തിന്റെ ഘടനയെ അത്രത്തോളം താഴ്ത്തി എന്ന് വേണം പറയാൻ. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ, എത്രത്തോളം ദൈവം ദൈവത്തെ തന്നെ താഴ്ത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹോന്നതമായിട്ടുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മാലാഖമാരുടെ മഹോന്നതമായ അവസ്ഥ മനസ്സിലാക്കിയാലേ നമ്മൾ എത്രത്തോളം താഴെയാണ്, എത്രത്തോളം എളിയവരാണ് നമുക്ക് മനസ്സിലാകുക. അത്രത്തോളം എളിയ അവസ്ഥയിലേക്ക്, അതും ആ എളിയ അവസ്ഥയിൽ ഒരു കാലിത്തൊഴുത്തിന്റെ എളിമയിലേക്ക് തന്റെ പുത്രനെ വിടുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയും അത്രമാത്രം ശൂന്യമാക്കുകയും ചെയ്തു.
ഫിലിപ്പി 2:7 പറയുന്നുണ്ടല്ലോ, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ അവനായി. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ അവനായി. ഈ ശൂന്യവൽക്കരണത്തിൽ, ഈ സ്വയം ദാനത്തിൽ, ശൂന്യവൽക്കരണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കൊടുക്കുന്ന അവസ്ഥയാണ്. സ്വയം ദാനത്തിലൂടെ, ഈ സ്നേഹത്തിലൂടെ യേശു ക്രിസ്തു പ്രപഞ്ചം മുഴുവന്റെയും കേന്ദ്ര ബിന്ദുവായി മാറി. ഈ ശൂന്യവൽക്കരണത്തിലൂടെ, സ്വയം ദാനത്തിലൂടെ, സ്നേഹത്തിലൂടെ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മൊത്തം കേന്ദ്ര ബിന്ദുവായി മാറി. വലിയൊരു പാഠമാണ് ഈശോ നമുക്ക് നൽകുന്നത്. എത്രത്തോളം ശൂന്യമാക്കപ്പെട്ടാലേ, എത്രത്തോളം എളിമയാക്കപ്പെട്ടാലേ, എത്രത്തോളം സ്നേഹത്തിൽ വളർന്നാലേ നന്മയായി മാറാൻ സാധിക്കും, കേന്ദ്രമായി മാറാൻ സാധിക്കും. The word becomes the center. The logos becomes the center of the universe. വാക്ക്, കർത്താവിന്റെ വചനം, ദൈവത്തിന്റെ പുത്രൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിനകത്തും പുറത്തുമുള്ള ഒന്നും യേശു എന്ന യാഥാർത്ഥ്യത്തിന് പുറത്തല്ല. യേശു വഴിയാണ് പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ചത്. യേശു വഴിയാണ് എല്ലാം നടത്തിപ്പോകുന്നത്, സംവിധാനം ചെയ്യപ്പെടുന്നത്, നയിക്കപ്പെടുന്നത്. യേശു വഴിയാണ് ഇനി അവസാനത്തെ വിധിയും നടത്തപ്പെടുന്നത്. കാര്യസ്ഥൻ യേശുവാണ്. ഈ ഈശോയാണ് ഔസേപ്പിന്റെയും മേരിയുടെയും പുത്രനായ കാലിത്തൊഴുത്തിലേക്ക് വരുവാനിരിക്കുക. ഇനി ഞാൻ വലിയ ഒരു സത്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ ആദ്യത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുക. കുറെ കാര്യങ്ങളൊക്കെ ആത്മാവിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വലിയ ഒരു ദിവ്യ രഹസ്യമാണ്. അതും ആത്മാവിന്റെ പ്രചോദനത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. ഞാനിത് മനസ്സിലാക്കിയത് അനേക നാളുകൾക്ക് ശേഷം. മനസ്സിലായില്ല എങ്കിലും വെറുതെ ഓർത്ത് വെക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ വെറുതെ പോയി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കാലത്ത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും. ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. ശബ്ദം അഥവാ ഒരു വാക്ക് അത് എവിടെ നിന്ന് വരും? ശബ്ദം അഥവാ ഒരു വാക്ക് അത് എവിടെ നിന്ന് വരുന്നു? ഞാനിത് കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഉത്തരം അച്ഛന്റെ വായിൽ നിന്ന് വരുന്നു. എന്നാൽ അങ്ങനെയല്ല. ചിലർ പറയും അത് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നു. ചിലർ പറയും, ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട്, ഞാൻ കൂടുതൽ കുട്ടികളോടാണ് ഇടപെടുക, അവര് പറയും അത് പാർട്ടിക്കിളായിട്ടും വേവ് ആയിട്ടും വരുന്നു. അപ്പൊ പറയാം അത് ശരിയാണ്. പക്ഷെ അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം എവിടെയാണ്? വാക്ക് അല്ലെങ്കിൽ വചനം അല്ലെങ്കിൽ ശബ്ദം, കൈകൊട്ടി. ഈ കൈകൊട്ടല്, അതിന്റെ ആ ശബ്ദം അത് എവിടെ നിന്ന് വരും? അച്ഛന്റെ കയ്യിൽ നിന്നൊന്നുമല്ല. ആ ശബ്ദം വരുന്നത് എവിടെ നിന്ന്? ഉത്തരം നമുക്കറിയാം, നിശബ്ദതയിൽ നിന്ന്. ശബ്ദമുണ്ടാകുന്നത് നിശബ്ദതയിൽ നിന്നാണ്. ഇനി ഞാൻ ചില ആഴത്തിലുള്ള ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ബേസിൽ നമ്മൾ ഇത്രയും നേരം കേട്ട വചനത്തിന്റെ ആധാരമാക്കി ഞാനൊരു കാര്യം പറയുകയാണ്. യേശു വാക്കാണ്, യേശു വചനമാണ്. ഞാൻ പറഞ്ഞു വചനം നിശബ്ദതയിൽ നിന്നാണ് വരുന്നത്. യേശു പിതാവിൽ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നിശബ്ദത പിതാവാണ്. നിശബ്ദത എന്നാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ മിണ്ടാതിരിക്കുന്ന അവസ്ഥയല്ല നിശബ്ദത എന്ന്. ദ ഇറ്റേണൽ സൈലൻസ്, നിത്യത, ദ ഇറ്റേണൽ ബ്ലിസ്, നിത്യതയാണ്. ഈ നിത്യതയിൽ നിന്നാണ് പുത്രനായ യേശു വാക്ക്, പിതാവിന്റെ ശബ്ദം, പിതാവിന്റെ ചടുലത, പിതാവിന്റെ ചലനാത്മകത വരുന്നത്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്പർശിച്ചിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. എന്താണ് പരിശുദ്ധാത്മാവ്? പിതാവ് ശബ്ദമാണെങ്കിൽ ഈ ശബ്ദം വരുന്ന ഉറവാണ് നിശബ്ദതയായ പുത്രൻ ശബ്ദമാണെങ്കിൽ ഈ ശബ്ദം വരുന്ന ഉറവായ നിശബ്ദതയാണ് പിതാവ്. എന്നാൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്നത് പിതാവിന്റെ വാക്കിലെ പൊരുളും സത്യവുമാണ് പരിശുദ്ധാത്മാവ്. പിതാവിന്റെ വാക്കാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തു എന്ന വ്യക്തിയുടെ ആഴവും അർത്ഥവും സത്യവുമാണ് പരിശുദ്ധാത്മാവ്. ഈ ആഴവും അർത്ഥവും സത്യവും ഇല്ലാതെ ഒഴുക്കുണ്ടാവുകയില്ല, നമുക്കൊന്നും പിടികിട്ടത്തില്ല. വചനം പറയുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവ് വേണം. ഇതിന് നമ്മൾ പറയും അഭിഷേകം എന്ന് പറയും. നല്ലൊരു സ്തുതിപ്പും ആരാധനയും വരുമ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന അവസ്ഥയ്ക്കാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറയുന്ന ആ ശുശ്രൂഷയുടെ സത്യമാണ്. അഭിഷേകം എന്ന് പറയുന്ന ആ ശുശ്രൂഷയുടെ പൊരുളാണ്. അതിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ഉള്ളിലെ ആഴവും അർത്ഥവുമാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. പ്രിയ ദൈവജനമേ, ഈശോ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ലെവൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ സത്യത്തിലുള്ള പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥന. ഈ യുഗം പരിശുദ്ധാത്മ യുഗമാണ്. നമുക്കറിയാം നമ്മുടെ ഓരോ ആരാധനയും നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ, ആത്മാവിലും സത്യത്തിനും ഉറച്ചു നിന്നുണ്ടാവണം. അവിടെയാണ് പിതാവ് മഹത്വപ്പെടുക. കാരണം പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലാണ് പരിശുദ്ധ ത്രിത്വം തന്നെ മഹത്വപ്പെടുക. പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും മഹത്വപ്പെടുക. നമ്മളപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ മാത്രം കണ്ടുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെ മാത്രം കണ്ടുകൊണ്ടല്ല, ആബാപിതാവിനെ മാത്രം കണ്ടുകൊണ്ടല്ല, ഇവർ മൂവരുടേതായ ജോലി ചെയ്തുകൊണ്ട് നമ്മിൽ സമഞ്ജസമായി സമ്മേളിക്കണം. അപ്പോഴാണ് മനുഷ്യ ജീവിതത്തിന്റെ ആഴവും അർത്ഥവും നമുക്ക് മനസ്സിലാവുക. പ്രിയമുള്ളവരെ, ഇത്രയും നേരം ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചത്, ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചത്, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനാകുന്ന ശിശു ആരാണ് എന്നുള്ള സത്യം ആഴത്തിൽ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി. വെറുതെ ഒരു ശിശു മാലാഖ പറഞ്ഞതനുസരിച്ച് ഈശോ ഇങ്ങോട്ട് അയക്കുന്നതല്ല, പിതാവായ ദൈവം ഇങ്ങോട്ട് അയക്കുന്നതല്ല, മറിച്ച് വചനമാകുന്ന ദൈവം, പിതാവായ ദൈവത്തിന്റെ വാക്ക്, പിതാവായ ദൈവത്തിന്റെ പൊരുള്, അതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള തന്റെ എല്ലാം ഏകജാതൻ. ആ മഹത്വം മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയുടെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്മസ്, വചനം മാംസമാകുന്ന ഉത്സവമാണ് പ്രിയമുള്ളവരെ ക്രിസ്മസ്. 1818 ഒരു ക്രിസ്മസ് കാലം ഓസ്ട്രിയൻ ആൽപ്സ് പർവ്വതനിരകൾ, ഓസ്ട്രിയ എന്ന പ്രദേശത്തെ ആൽപ്സ് പർവ്വതത്തിന്റെ താഴ്വാരം, അവിടെ ജോസഫ് മോഹർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ തന്റെ കൂട്ടാളികളുമായിട്ട്, കുറെ യൂത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരുമായിട്ട് ഒരുമിച്ച് പള്ളികൾ തോറും കയറി ക്രിസ്മസ് കാരൽ ഗാനങ്ങൾ പാടുകയും നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കൊക്കെ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ കരോൾ അവതരിപ്പിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറി വരുന്നത്. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട ആൾക്കാരൊക്കെ കൂടുന്ന ഒരവസ്ഥയാണ്. പല പള്ളികളിലും അവർ കയറി
നാടകം പോലെ ഈശോയുടെ മനുഷ്യാവതാരം അവതരിപ്പിച്ച് അതൊരു ശുശ്രൂഷയായിട്ട് അവർ കണ്ടു. ഒബൻഡോർഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സെയിന്റ് നിക്കോളസ് ചർച്ച്, ആ പള്ളിയിൽ അവർ വന്ന് എല്ലാ സെറ്റിങ്ങും ചെയ്തു. അതിനുശേഷം നാടകം തുടങ്ങാൻ നേരത്ത് ഹാർമോണിയം എടുത്ത് വായിച്ചപ്പോൾ, അവിടെയൊക്കെ നമുക്കറിയാം പണ്ടുണ്ടായിരുന്നു ചവിട്ടി വായിക്കുന്ന ഹാർമോണിയം. ഈ ഹാർമോണിയം വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ അകത്ത് എന്തോ ഒരു എലി കരണ്ട് അതിന്റെ കണക്ഷൻസ് എല്ലാം പോയിരിക്കും. അതുകൊണ്ട് ഈ ഹാർമോണിയം ഈ നാടകത്തിന്റെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അന്നത്തെ പരിപാടി നടന്നില്ല. ജോസഫ് മോഹൻ വളരെ വളരെ സങ്കടമായി, അദ്ദേഹത്തിന് ദുഃഖമായി. തന്റെ ഗ്രൂപ്പെല്ലാം വിട്ടിട്ട് ഈ താഴ്വാരത്ത് വളരെ പ്രശാന്തമായ, വളരെ സൈലന്റ് ആയിട്ടുള്ള, വളരെ സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ രാത്രി ഇങ്ങനെ നടക്കുകയാണ്. നല്ല തണുപ്പാണ്. മഞ്ഞ് പുതച്ച ആ ശീതകാലത്ത് ആ രാത്രിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക്, അദ്ദേഹം ക്രിസ്മസിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്, കോണ്ടെക്സ്റ്റിലാണ് ചിന്തിക്കുന്നതല്ല. അയാളുടെ മനസ്സിലേക്ക് മത്തായി ലൂക്കാസ് വിശേഷങ്ങളിലെ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വരിക. പെട്ടെന്ന് ഇയാളുടെ മനസ്സിൽ കുറെ കവിതാശകലങ്ങൾ, വരികൾ വരികയാണ്, കവിതയുടെ വരികൾ. അയാൾ ഓടി, തന്റെ മുറിയിലേക്ക് ഓടി. പെട്ടെന്ന് അതെല്ലാം താഴേക്ക് എഴുതി വെച്ചു, പേപ്പറിൽ എഴുതി. അതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് വേണം കേൾക്കാൻ. ആലോചിച്ചു വരുന്നതല്ല, പെട്ടെന്ന് ഇങ്ങനെ ഉദാരയായിട്ടൊഴുകി അതെല്ലാം ഒരു പേപ്പറിൽ കൂടിയിട്ടു. ആ രാത്രി തന്നെ അയാൾ തന്റെ കൂട്ടുകാരനായ ഗ്രൂബറിന്റെ റൂമിലേക്ക് ഓടി. അടുത്ത സ്ഥലത്തുള്ള ഗ്രൂബറിന്റെ റൂമിലേക്ക്. അയാൾ ഒരു ഗിറ്റാർ വായനക്കാരൻ. അന്ന് ഗ്രൂബറുമായിട്ട് ആ രാത്രി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. ഇന്ന് ആ ഗാനം ചിട്ടപ്പെടുത്തിയിട്ട് 202 വർഷങ്ങൾ കഴിഞ്ഞു. 300-ലധികം ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലേക്കും അത് തർജ്ജമ ചെയ്തു, മലയാളം ഭാഷയിലേക്കും അത് തർജ്ജമ ചെയ്തു. ഈ ഗാനമാണ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം. നമ്മുടെ മലയാളം ഭാഷയിലേക്ക് വന്നപ്പോൾ അത് ശാന്തരാത്രി തിരുരാത്രി എന്ന ഗാനമായി മാറി. സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്, അത് പാടുമ്പോൾ തന്നെ നിശബ്ദതയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പുത്രനെ തന്ന ദൈവപിതാവിന്റെ കരുണയും സ്നേഹവും ശൂന്യവൽക്കരണവും ആ പാട്ടിലുണ്ട്. കാരണം ആ സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റിനുള്ളിലുള്ള സൈലൻസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിശബ്ദത, അതിൽ പിതാവ് വിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിതാവിന്റെ കരുതലോടെയുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ മലയാളികളായ നമുക്ക് അത് പരിശുദ്ധാത്മാവ് തന്നില്ലയാണോ മേടിക്കാത്തതാണോ, ശാന്തരാത്രി തിരുരാത്രി എന്ന പാട്ടിന്റെ വാദ്യഘോഷ മേളത്തിൽ അത് നഷ്ടപ്പെട്ടു. ആ പാട്ട് മോശമായി എന്നല്ല ഞാൻ പറഞ്ഞത്. ആ പാട്ടിന്റെ യഥാർത്ഥത്തിലുള്ള ആത്മാവ്, ദ സോൾ ഓഫ് ദ സോങ്, അത് നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നിശബ്ദതയുടെ ഉത്സവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ബൈബിളിൽ കാണുന്ന ക്രിസ്മസിൽ എവിടെയാ ശബ്ദം? ക്രിസ്മസ് നിശബ്ദതയുടെ ഉത്സവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തത്വം അനുസരിച്ചാണെങ്കിൽ, പുത്രൻ ശബ്ദമാണെങ്കിൽ, പുത്രൻ വാക്കാണെങ്കിൽ, പുത്രൻ വരുന്ന പുത്രന്റെ ഉറവിടമായ പിതാവായ ദൈവമാണ് നിശബ്ദത. നിശബ്ദതയുടെ ഉത്സവമാണ് ക്രിസ്മസ്. പാപം ചെയ്ത മനുഷ്യന് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവം തന്റെ പുത്രനെ മനുഷ്യനോളം താഴ്ത്തിയതിന്റെ സന്തോഷമാണ് ക്രിസ്മസ്. ദൈവം നമുക്ക് തന്നല്ലോ എന്നുള്ള നന്മയുടെ ഉത്സവം, നന്ദിയുടെ ഉത്സവമാണ് ക്രിസ്മസ്. ഈ നിശബ്ദതയെ, ഞാനിപ്പോൾ സൂചിപ്പിച്ച നിശബ്ദതയെ മൂന്നായിട്ട് ഞാൻ വേർതിരിക്കുകയാണ്. നിശബ്ദത പലതരത്തിലുണ്ട്. അതിന് 3 തരത്തിലുള്ള നിശബ്ദതയായിട്ട് ഞാൻ അതിനെ വേർതിരിക്കുകയാണ്. വ്യത്യസ്തമായ വീക്ഷണ കോണുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ 2020 കൊറോണ കാലത്തെ ക്രിസ്മസ്, പ്രിയമുള്ളവരെ, ആദ്യമായി തന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ, ഒച്ചയുടെയും ബഹളത്തിന്റെയും കോലാഹലത്തിന്റെയും ഒരു ക്രിസ്മസ് ആയി മാറാതിരിക്കാൻ
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാം. പല വിധത്തിലുള്ള കാരണം. ഒന്ന്, ക്രിസ്മസിന്റെ അന്തസത്ത എന്ന് പറയുന്നത് തന്നെ സൈലൻസ്, നിശബ്ദതയാണ്. രണ്ട്, ഇന്ന് ക്രിസ്മസ് വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ക്രിസ്മസിന്റെ എല്ലാ ഭവ്യതകളും എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെട്ട് അതിനെ മറ്റൊരു തലത്തിൽ ക്രിസ്മസിനെ പ്രതിഷ്ഠിക്കുമ്പോൾ സ്വർഗം മഹത്വപ്പെടുന്നില്ല. മൂന്ന്, ഈ കൊറോണ കാലത്ത് അനേക മനുഷ്യർ ഒത്തിരിയേറെ കഷ്ടപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഭാരത പശ്ചാത്തലത്തിൽ കാർഷിക സമരങ്ങൾ നടക്കുമ്പോൾ, സാധാരണക്കാരൻ പട്ടിണിയും പരിവട്ടവുമായിട്ട് നടക്കുമ്പോൾ, അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ഒച്ചയുടെയും ബഹളത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൂത്താട്ടത്തിന്റെയുമായ ഒരു ക്രിസ്മസ് ദൈവ തിരുമുൻപിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരിപ്പ് കടം ഉണ്ടാക്കി വെക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. 3 വീക്ഷണകോണുകളിൽ ഞാൻ നിശബ്ദതയെ പ്രതിനിധാനം ചെയ്യുകയാണ് ക്രിസ്മസിലൂടെ. ഒന്ന്, ഈ 3 നിങ്ങൾ കണ്ടുകൊണ്ട്, ഈ 3 നിങ്ങളുടെ ചിന്തയിൽ അനുഭവിച്ചുകൊണ്ട് ഏതാണ് ശരി എന്നല്ല, ഏതാണ് കൂടുതൽ ശരി എന്ന് വിലയിരുത്തുക. ഒന്നാമത്തേത്, മാതാവ് ഗർഭിണിയാണ്. ജോസഫിന് വെളിപാടുണ്ടായി. യാത്ര, ബത്ലഹേമിലേക്കുള്ള യാത്ര, പുൽക്കൂട്. ഇവിടെയൊന്നും ആരും സംസാരിക്കുന്നില്ല. വളരെ മനോഹരമായ രാത്രി, രജത രാത്രി, രാജാതിരാജൻ പിറന്ന രാത്രി. കാവൽ മാലാഖമാർ കണ്ണടയ്ക്കുന്നില്ല. താഴെ രാജൻ മയങ്ങുന്നു. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ. നമ്മളൊക്കെ പണ്ടൊക്കെ ആസ്വദിച്ചിരുന്ന, അനുഭവിച്ചിരുന്ന, പള്ളിയില മഞ്ഞത്ത് തണുപ്പത്ത് പോയി പുൽക്കൂട്ടിൽ അനുഭവിച്ചിരുന്ന ഒരു ഈശോ ഇതാണ്. In deep silence, God takes birth. നിശബ്ദതയുടെ ഗൂഢമായ അനുഭവത്തിൽ ദൈവം മനുഷ്യ പിറവിയെടുക്കുന്നു. ഈ നിശബ്ദതയെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആഴത്തിൽ പഠിക്കുക. മനോഹരമായ നിശബ്ദതയിലാണ് ദൈവം ഇരിക്കുന്നതെന്നും നിശബ്ദതയിലാണ് ജന്മമെടുക്കുന്നതെന്നും നമ്മൾ ഇന്ന് പഠിക്കണം. ശബ്ദമുണ്ടാക്കുന്നത് വളരുന്നു, ശബ്ദമുണ്ടാക്കാത്തത് വളരുന്നു. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, വളർച്ചയുള്ളത് ശബ്ദമുണ്ടാക്കുന്നില്ല, ആഴമുള്ളത്, അർത്ഥമുള്ളത് ശബ്ദമുണ്ടാക്കുന്നില്ല. ദൈവം പ്രപഞ്ചത്തെ സംവിധാനം ചെയ്തപ്പോൾ വാക്കിലൂടെ ഉണ്ടാവട്ടെ എന്നൊരു വാക്ക് മാത്രം. അതിനുശേഷം പിന്നെ സംസാരമില്ല. ദൈവം ആദത്തെ നിർമ്മിച്ചപ്പോൾ സംസാരമേ ഇല്ല. ഗൂഢമായ നിശബ്ദത. ഉറക്കം എന്നതൊരു നിശബ്ദതയാണ്. ഉറക്കം എന്നതൊരു മരണമാണ്. ഈ ഉറക്കത്തിൽ ദൈവവുമായ ഒരു ബന്ധമുണ്ട്. ഉറക്കത്തിന് ദൈവവുമായ ഒരു ബന്ധമുണ്ട്. മരണത്തിന് ദൈവവുമായ ഒരു ബന്ധമുണ്ട്. ഉറക്കത്തിൽ ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു. ആദത്തെ ഉറക്കിക്കിടത്തിയിട്ടാണ്, അതായത് ദൈവവുമായുള്ള ആഭിമുഖ്യം ആ സമയത്ത് കണക്ഷൻ ഉണ്ട് അബോധ മനസ്സിൽ. ആദത്തെ ഉറക്കിക്കിടത്തിയിട്ടാണ് അവന്റെ ഭാര്യയിൽ എടുത്തിട്ട് ഹവ്വയെ നിർമ്മിക്കുന്നത്. നിശബ്ദതയിലാണ് അത് സംഭവിക്കുക. ജനനം മുഴുവൻ നടക്കുന്നത്, ജന്മം മുഴുവൻ നടക്കുന്നത് നിഗൂഢ നിശബ്ദതയിലാണ്. ജനനം എന്നുദ്ദേശിക്കുന്നത് പ്രസവമല്ല, ഉള്ളിലുണ്ടാകുന്ന അവസ്ഥ. ഒരാണും പെണ്ണും ചേരുമ്പോഴും അന്തർഭാഗത്തുള്ള നിഗൂഢ നിശബ്ദതയിലാണ് ജന്മം സാധ്യമാവുക. നിഗൂഢ നിശബ്ദത, the communion, close union and communion, ദൈവവുമായി ഒന്നാകുന്ന അവസ്ഥ, ദൈവത്തെ അനുഭവിക്കുന്ന ആ അവസ്ഥ, അവിടെയാണ് ജനനമുണ്ടാവുക. സങ്കീർത്തനം 46:10 പറയുന്നു,
ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഈ ശാന്തതയാണ് നിശബ്ദത പ്രിയമുള്ളവരെ. ചില സമയങ്ങളിൽ ഈ നിശബ്ദത ശബ്ദത്തെക്കാൾ ഗാംഭീര്യവും ആഴിയേക്കാൾ ആഴവും മഹത്തമ സൃഷ്ടിയുമായി ഉടലെടുക്കും. ശബ്ദത്തെക്കാൾ ഗാംഭീര്യമായിരിക്കും ചിലപ്പോൾ ഈ നിശബ്ദതയ്ക്ക്, ആഴിയേക്കാൾ ആഴമായിരിക്കും ചിലപ്പോൾ ഈ നിശബ്ദതയ്ക്ക്. ഇതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്ന ഒന്നാമത്തെ നിശബ്ദത. ക്രിസ്മസിന്റെ രണ്ടാമത്തെ നിശബ്ദത ഇതാണ്, വേദനയുടെ നിശബ്ദതയാണ്. സഹനത്തിന്റെയും പ്യൂരിഫിക്കേഷന്റെയും നിശബ്ദതയാണ്. ആദ്യത്തേത് വളരെ മനോഹരമായ വർണ്ണനീയമായ സുഖസുഷുപ്തിയുടെ, മാലാഖമാരുടെ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സാധാരണ നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്മസിന്റെ നിശബ്ദത. അവിടെ പ്രപഞ്ചം മുഴുവൻ സ്റ്റാൻഡിങ് സ്റ്റിൽ ബട്ട് ബ്യൂട്ടിഫുൾ. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. മേരിക്ക് പ്രസവ വേദന, ഈറ്റ് നോവ് തുടങ്ങി. വേദന കടിച്ചമർത്തി അവൾ യാത്ര ചെയ്യുകയാണ്. ഔസേപ്പിന് ചില സമയങ്ങളിൽ പുരുഷൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ദേഷ്യം വരുന്നുണ്ടാവാം, ഭയമുണ്ടാവാം, ആശയക്കുഴപ്പമുണ്ടാവാം. ഇനി എന്ത് ചെയ്യും? പ്രായോഗികമായ ജീവിതത്തിന്റെ അവസ്ഥകൾ. എങ്കിലും അയാൾ നിശബ്ദനാണ്. പരസ്പരം അവർ രണ്ടുപേരും സംസാരിക്കുന്നില്ല അധികമൊന്നും. അവിടെയും നിശബ്ദതയാണ്. കാലിത്തൊഴുത്തില് കടിഞ്ഞൂൽ പ്രസവമാണ് മറിയത്തിന്. നല്ല വേദനയുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം കടിഞ്ഞൂൽ പ്രസവം എന്താണെന്ന്. ഒന്ന് ഉറക്കെ കരയാൻ പറ്റത്തില്ല. അനുവാദമില്ലാത്ത തൊഴുത്തിലാണ് കയറിയിരിക്കുന്നത്. കാരണം പ്രസവം എന്നാൽ പാലസ്തീനായുടെ യഹൂദ പാരമ്പര്യത്തിലെ കൾച്ചർ, സംസ്കാരം അനുസരിച്ച് അതൊരു അശുദ്ധ കർമ്മമാണ്. അപ്പൊ ആ സ്ഥലം അശുദ്ധമാക്കപ്പെടും. പിന്നീട് ശുദ്ധി ചെയ്യാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ ആരും അനുവാദം കൊടുക്കുകയില്ല മറ്റൊരു സ്ഥലത്ത് പ്രസവിക്കാനൊക്കെ. അപ്പൊ അനുവാദമില്ലാതെ, ഗത്യന്തരമില്ലാതെ ആ മലിനമായ കാലിത്തൊഴുത്തിൽ കയറി ദരിദ്രരിൽ ദരിദ്രരായ ആ ദമ്പതികൾ. മറിയം പ്രസവിക്കുമ്പോൾ ഒരുപക്ഷെ അവളുടെ വായിൽ തുണി തിരികെ കയറ്റി വെച്ചിട്ടുണ്ടാവാം, ഉറക്കെ കരയാതെ കടിച്ചമർത്താൻ വേണ്ടി. ആ ഔസേപ്പും മേരിയും ദമ്പതികൾ മൗനമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ സമയം മുഴുവൻ. മൗനം എന്നാൽ പിതാവിനോട് കൂടെ ആയിരുന്നു എന്നർത്ഥം. നിശബ്ദത എന്നാൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവരുടെ മനസ്സ് മുഴുവൻ ദൈവത്തിങ്കിൽ അർപ്പിച്ചുകൊണ്ടായിരുന്നു. എത്ര വേദന എടുത്തിട്ടും സ്വർഗത്തെ നോക്കി അവർ പരിതപിച്ചില്ല, സ്വർഗത്തെ നോക്കി അവർ സഹതപിച്ചില്ല, സ്വർഗത്തെ നോക്കി അവർ കുറ്റം പറഞ്ഞില്ല. ആ മൗനം നിശബ്ദതയെ പൊന്നാക്കുന്ന മൗനം. പഠിക്കാനില്ലേ ഈശോയുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും? അപ്പനും അമ്മയുമായ നമ്മൾ ഓരോരുത്തരും. പ്രിയ മക്കളെ, ഈ മൂന്നാമത്തെ നിശബ്ദത, ക്രിസ്മസിന്റെ മൂന്നാമത്തെ നിശബ്ദതയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കാൻ പോവുക. അത് ക്രൂര നിശബ്ദത. ക്രൂവൽ സൈലൻസ് എന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. സത്രത്തിന്റെ മുൻപിൽ നിർധന, നിസ്സഹായ, നിശബ്ദമായി നിൽക്കുന്ന ദമ്പതികൾ. പ്രസവിക്കുവാനായി ഒരിടം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സത്രത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ദമ്പതികൾ. സൂക്ഷിപ്പുകാരൻ ഇവിടെ സ്ഥലമില്ല എന്നൊന്നും പറയുന്നില്ല, ആംഗ്യം മാത്രം കാണിക്കുന്നു. ഗെറ്റ് ലോസ്റ്റ്, പുറത്തേക്ക് പോവുക. നിശബ്ദ, നിസ്സംഗ, നിർഭയത്വത്തിലുള്ള ശാരീരിക ഭാഷയിലൂടെ ആട്ടിപ്പുറത്താക്കുകയാണ്. എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും ആകുമായിരുന്നു. ഇത് ശാരീരിക ഭാഷ. നിസ്സംഗതയോടെ, നിശബ്ദതയോടെ, നിർഭയത്വത്തോടും കൂടെയുള്ള ശാരീരിക ഭാഷയിലൂടെ അട്ടിപ്പായിക്കുകയാണ് ആ സത്രം സൂക്ഷിപ്പുകാരൻ. നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല, സമയം കണക്കെടുത്താൽ സ്ഥലം കാലിയാക്കാൻ. പ്രിയ ദൈവജനമേ, ക്രിസ്മസ് കാരുണ്യം പെയ്തിറങ്ങിയ ദിനമാണെങ്കിൽ, സ്വർഗത്തിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ ദിവസമാണെങ്കിൽ, മറ്റൊരു തരത്തിൽ ആദ്യമായി ദൈവം കരഞ്ഞ ദിവസവും ക്രിസ്മസ് ആണ്. കാരുണ്യം ഭൂമിയിൽ പെയ്തിറങ്ങിയ ദിനമാണ് ക്രിസ്മസ് എങ്കിൽ, മറ്റൊരു തരത്തിൽ
ദൈവം കരഞ്ഞ ദിവസവുമാണ് ക്രിസ്മസ്. ചിന്താസ്വാധീനമുള്ള മനുഷ്യൻ ഗർഭിണിയായ മറിയത്തെയും അവളുടെ നിർധനനായ ഭർത്താവിനെയും നിസ്സംഗതയോടെ നിശബ്ദ ശരീരഭാഷയിൽ ആട്ടിപ്പായിച്ച ദിവസമാണ് ക്രിസ്മസ്. ലൂക്ക 2:7. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ സത്രം സൂക്ഷിപ്പുകാരൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. ആ വന്നു നിൽക്കുന്ന കുഞ്ഞ്, ആ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞ്, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനും ലോകത്തെ മുഴുവൻ സംവിധാനം ചെയ്തവനും ലോകത്തെ മുഴുവൻ നയിക്കുന്നവനുമായ ദൈവത്തിന്റെ വാക്കായ പുത്രനായ യേശു മിശിഹായാണെന്നുള്ള, ആദിയും അന്ത്യവുമായ മിശിഹായാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയ നിമിഷമാണ്. ഒരു തരത്തിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം കരഞ്ഞുപോയ നിമിഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചിന്തയില്ലാത്ത കാലുകൾ മനുഷ്യനേക്കാൾ എത്രയോ മെച്ചമെന്ന് പിതാവായ ദൈവത്തിന് ബോധ്യപ്പെട്ട നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ക്രൂരതയുടെ നിശബ്ദതയാണിത്. പക്ഷെ ഇതിന്റെ സൗന്ദര്യം കിടക്കുന്നത് ഇനിയാണ്. ഒറ്റ വാക്യമേ ഉള്ളൂ, ഒറ്റ വാക്യം. എന്നിട്ടും ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. ആദ്യം തന്നെ തിരസ്കരണം ഉണ്ടായത് സത്രത്തിൽ വെച്ചാണ്. എന്നിട്ടും ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. പ്രിയ ദൈവജനമേ, നമ്മുടെ ഓരോ കുർബാനയിലും ഈശോ എഴുന്നള്ളി വരുന്നുണ്ട്. ഓരോ ക്രിസ്മസ് ആണ് ഓരോ കുർബാനയും. അതുപോലെ തന്നെ നമ്മുടെ വർഷം തോറുമുള്ള ഓരോ ക്രിസ്മസും ഈശോ പ്രത്യേകമായ വിധം വചനമായ ക്രിസ്തു മാംസമായി നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് ഓരോ കുഞ്ഞും, അത് ആൺകുഞ്ഞാവട്ടെ പെൺകുഞ്ഞാവട്ടെ, കടിഞ്ഞൂൽ പുത്രന് ജന്മമേകുമ്പോൾ, പെണ്ണ് വഴിയോരത്ത് ആരോരുമില്ലാതെ പുത്രന് ജന്മമേകുമ്പോൾ, പെണ്ണ് അപമാനിക്കപ്പെടുമ്പോ, പെണ്ണ് പീഡനമേൽക്കുമ്പോ, ദരിദ്രൻ വഞ്ചിക്കപ്പെടുമ്പോ, ദരിദ്രന്റെ അവകാശങ്ങൾ നീതി നിഷേധിക്കപ്പെടുമ്പോ, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്ക് അഭിമാനമായി മാറുമോ അപമാനമായി മാറുമോ? സ്വയം ചോദിച്ചു നോക്കാം. അന്ന് 6 വർഷങ്ങൾക്ക് മുൻപ് ബെർഗോളിയോയോട് പോപ്പ് ഫ്രാൻസിസ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന കർദിനാൾ ചെവിയിൽ മന്ത്രിച്ച ഒരു വാക്യമുണ്ട്: പാവങ്ങളെ മറക്കരുതേ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു ആപ്തവാക്യമായി തന്നെ അദ്ദേഹം അത് എടുക്കുകയുണ്ടായി. ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് നിന്നുകൊണ്ട് പാവങ്ങളെ മറക്കാത്ത നിർധനരായ ആ ഔസേപ്പിന്റെയും മേരിയുടെയും ജീവിതാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിശബ്ദതയുടെ പൂർണിമയായ സന്തോഷത്തിൽ വിളങ്ങുന്ന, തമ്പുരാൻ മഹത്വപ്പെടുന്ന ഒരു ക്രിസ്മസ് 2020 നമുക്ക് ആഘോഷിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥപൂർണമാക്കിക്കൊണ്ട് അഭിമാനത്തിന്റെ തിരുനാളാക്കി ഈ ക്രിസ്മസിനെ നമുക്ക് ഈ 2020 ആക്കി മാറ്റാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി.
ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഞങ്ങളുടെ പരമപിതാവായ ദൈവമേ, പിതാവിൽ നിന്നുള്ള വചനമായ പുത്രനായ ഈശോയെ, ഈശോയിൽ വിളങ്ങുന്ന സത്യമായ ജീവന്റെ പൊരുളായ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ത്രിത്വത്തിന് എന്നേക്കും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, കഴിഞ്ഞ 1 മണിക്കൂറായി പരിശുദ്ധ ത്രിത്വമാകുന്ന സത്യം എന്താണെന്നും വചനത്തിന്റെ പൊരുൾ എന്താണെന്നും ഞങ്ങളുടെ ഇടയിലേക്ക് മാംസമായി ഇറങ്ങി വന്ന വചനമാകുന്ന ക്രിസ്തു ആരാണ്, എന്താണ് എന്നും നിഗൂഢമായ നിശബ്ദതയുടെ അർത്ഥം എന്താണെന്നും ഞങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ ഈശോയെ. ഈശോയെ, ഞങ്ങളൊക്കെ ഒത്തിരിയേറെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന, ശബ്ദ മുഖരിതമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഈ ശബ്ദത്തിനും ഉച്ചയ്ക്കുമൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജോലി വ്യാപാരങ്ങളിൽ നിശബ്ദമായി വ്യാപരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കുളിർമയായി അങ്ങയുടെ പിതാവിന്റെ നിശബ്ദത, നിത്യതയുടെ അനുഭവം കൊണ്ടുവരണമേ. ഈശോയെ, ഒരു മല കയറി അങ്ങ് മുകളിലേക്ക് എത്തുന്നത് വരെ മലകയറ്റക്കാരന് ഇനി എന്ത്, ഇനി എങ്ങനെ എന്നുള്ള തരത്തിലുള്ള ആവേശമാണ് മുകളിലെത്തുന്നത്. മുകളിലെത്തിക്കഴിഞ്ഞാൽ 2 തരത്തിൽ അയാൾക്ക് ചിന്തിക്കാം. ഒന്ന്, ഇനി എനിക്ക് കയറാനില്ലല്ലോ, ജീവിതം മടുത്തു എന്നുള്ള അനുഭവം. അല്ലെങ്കിൽ 2, ഇത്രയും കയറിയതിന്റെ ആത്മ അഭിമാനത്തിലും സന്തോഷത്തിലും അത് ആസ്വദിക്കുകയും നിശബ്ദതയുടെ ആഴത്തിലേക്ക് പോയി ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുകയും ചെയ്യാം. ഈശോയെ, അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഞങ്ങൾ ചെയ്യുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സത്യത്തെ തിരിച്ചറിയുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതുവഴിയായി എത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് പോകാൻ കൂടി ഞങ്ങൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല സമയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ പോലും ഈശോയെ, ഞങ്ങളുടെ ജീവിത കഷ്ടപ്പാടുകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ നീ എങ്ങനെ സഹനത്തെ കണ്ടു, നീ എങ്ങനെ സഹനത്തെ നേരിട്ടു എന്നത് കാണാതെ അടിപതറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ, ഈശോയെ, അങ്ങ് എല്ലാ രാത്രികളിലെയും യാമങ്ങളിൽ പിതാവിനോടൊപ്പം മലയുടെ മുകളിൽ ചിലവഴിച്ചുവെന്ന്. മലയുടെ മുകൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണല്ലോ ഈശോയെ. പിതാവിനോടൊപ്പം എന്ന് പറഞ്ഞാൽ ഗാഠമായിട്ടുള്ള നിശബ്ദതയിൽ ദൈവവുമായിട്ടൊന്നാകുന്ന അവസ്ഥ. ഈശോയെ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ അപരിമേയമായി നയിക്കപ്പെടേണ്ടത് ഈ ഒരു പിതാവുമായിട്ടുള്ള ഏകതാനതയിലേക്കാണല്ലോ ഈശോയെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങയോടുള്ള ജീവിതം ഞങ്ങളെ പിതാവുമായിട്ട് ചേർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നത്തെ വചനവിചിന്തനത്തിലൂടെ ഔസേപ്പിതാവിൽ നിന്ന് കണ്ടുപിടിക്കുവാൻ, നിശബ്ദയായിരുന്ന പരിശുദ്ധ അമ്മയിൽ നിന്ന് കണ്ടുപിടിക്കുവാൻ, സഹനങ്ങളാകുന്ന ജീവിതത്തിലും എങ്ങനെ അവർ ജീവിതത്തോട് പൊരുതി പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് കണ്ടുപിടിക്കുവാൻ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന് സ്നാപക യോഹന്നാൻ എങ്ങനെ സാക്ഷിയായോ, എത്രയൊക്കെ സഹനങ്ങൾ ഉണ്ടായപ്പോഴും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായപ്പോഴും ജീവിതത്തിൽ വരാനിരിക്കുന്നതിന് വേണ്ടി സാക്ഷിയായി തന്റെ തല പോയാലും തന്റെ ജോലിയിൽ നിന്ന് ജോലിയിൽ നിന്ന് മാറുകയില്ല എന്നുള്ള രീതിയിൽ സത്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ, വചനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ സാക്ഷിയായി തീർന്ന സ്നാപക യോഹന്നാനെ പോലെ ഈശോയ്ക്ക് വേണ്ടി എത്ര സഹനങ്ങളുടെ മുൾമുനയിലാണെങ്കിൽ പോലും വചനമാകുന്ന ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഔസേപ്പിതാവ് സാക്ഷിയായതുപോലെ, പരിശുദ്ധ അമ്മ സാക്ഷ്യം നൽകിയതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം മാംസമാക്കിയ ഈശോയ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആമേൻ. ആശീർവാദത്തിനായിട്ട് വരിക. തിരുക്കുടുംബത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് അനുഭവം, പിതാവിനോട് ചേർന്ന് നിന്നുള്ള പിതാവിന്റെ പദ്ധതിയിലുള്ള ഒരു ക്രിസ്മസ് അനുഭവം ദൈവമക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ കാലത്ത്, ഈ പ്രത്യേക കാലയളവിൽ തിരുക്കുടുംബം എങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ആഘോഷം വിഭാവനം ചെയ്യുന്നുവോ അത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ അന്തരംഗത്തിൽ വെളിപ്പെട്ടുകൊണ്ട് ദൈവപിതാവിന് മഹത്വം നൽകുന്ന തരത്തിലുള്ള ഒരു ക്രിസ്മസ് പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലും അർത്ഥത്തിലും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ക്രിസ്മസ് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായി ദൈവിക പുണ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് വളരുവാൻ, നിങ്ങളുടെ ജീവിതം തന്നെ വചനമാക്കി മാറ്റുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.